സർക്കാരിൻ്റെ പിന്നോക്ക വിഭാഗ ക്ഷേമ കമ്മീഷനിൽ നിന്നും നബാർഡിൽ നിന്നും വിവിധ ബാങ്കുകളിൽ നിന്നും സ്വയം സഹായ സംഘങ്ങൾ ഉണ്ടാക്കി അവിടേക്ക് പൈസ വാങ്ങി ആ പണം വേറെ രൂപത്തിൽ പലിശയ്ക്കൊക്കെ സ്ത്രീകൾക്ക് കൊടുത്തു. ഈഴവരായിട്ടുള്ള സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചു. ആ സംഘങ്ങൾക്ക് പൈസ കൊടുത്തതിൽ വലിയ തിരിമറിയുണ്ട്. ഇതാണ് വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള കേസ്. 100-ലധികം കേസുണ്ട്. 1000 എന്നൊക്കെ ആളുകൾ പറയുന്നെങ്കിലും 1000 കേസൊന്നുമില്ല, ഒരു 100-ലധികം കേസുണ്ട്. കാര്യം ഈ സ്വാശ്രയ സംഘങ്ങളായതുകൊണ്ട് ഒറ്റയ്ക്ക് ആളുകൾ കൊണ്ട് കേസ് കൊടുത്തത് കൊണ്ടാണ്. കാര്യം 20 പേരുണ്ടെങ്കിൽ ഒരു സ്വാശ്രയ സംഘമായി. അപ്പോൾ അങ്ങനെ എത്ര ലക്ഷം ആളുകളുണ്ട്? അത്രയും ലക്ഷം ആളുകൾ ഈഴവരായിട്ടുള്ള SNDPയിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ സ്ത്രീകൾ സ്വാശ്രയ സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആയിരക്കണക്കിന് സ്വാശ്രയ സംഘങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു 100ഓളം സ്വാശ്രയ സംഘങ്ങളാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഈ കേസ് മുറുകുകയാണ്, വല്ലാതെ മുറുകുകയാണ്. അത് കോടതി വഴിയാണ് ഇപ്പോൾ മുറുകിക്കൊണ്ടിരിക്കുന്നത്. കോടതി കൃത്യമായി കേരള സർക്കാർ, പ്രത്യേകിച്ച് പിണറായി വിജയനോടും പറഞ്ഞായിരുന്നു, ഈ സർക്കാരിനോടും പറഞ്ഞായിരുന്നു. പിണറായി വിജയനോടാണ് ആദ്യം പറഞ്ഞത്. കോടതി വളരെ കൃത്യമായി ഇതിൽ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളാപ്പള്ളി നടേശനെയും SNDPയുടെ മറ്റ് ഭാരവാഹികളെ, വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, അതിൻ്റെ മറ്റ് ഡോക്ടർ സോമൻ അടക്കമുള്ള, പിന്നെ സുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള ഒരു സംഘമുണ്ടവർ. അപ്പോൾ അതിൻ്റെ ട്രഷറർ, പ്രസിഡന്റ്, സെക്രട്ടറി, ചെയർമാൻ എന്നൊക്കെ പറയുന്ന എല്ലാവരെയും പേരിൽ വലിയ ഒരു ആക്ഷേപമാണ് വന്നിരിക്കുന്നത്. പക്ഷേ കേസ് വന്നിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ നടേശനെതിരെയാണ്. ചെറിയ കേസല്ല, വളരെ വലിയ കേസാണ്. പക്ഷേ ഈ കേസ് ഇപ്പോൾ അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുന്നുവെന്നും തെളിവെടുപ്പ് നടക്കുന്നുവെന്നും അതിൽ കൃത്യമായ ഫ്രോഡ് അല്ലെങ്കിൽ കൃത്യമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരുപാട് ചിത്രീകരണങ്ങളും വാർത്തകളും പുറത്തു വരികയാണ്. ഇതെല്ലാം വരുമ്പോഴും വെള്ളാപ്പള്ളി നടേശൻ വളരെ കൂശലോടുകൂടി നിൽക്കുകയാണ്. ഞാൻ 10-30 വർഷക്കാലം SNDPയെ നയിച്ചു, ഞാൻ ധീരനാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണ്, ചെക്ക് വഴിയാണ് ഗവൺമെൻറ് ഈ ഏജൻസികൾ ഫണ്ട് തന്നിരിക്കുന്നത്, ചെക്ക് വഴി തന്നെയാണ് ആളുകൾക്ക് ഫണ്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ക്യാഷ് ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല, അതുകൊണ്ട് ഇതിനകത്ത് അഴിമതിയുമില്ല. ചെക്ക് വഴി പണം വരുന്നു, ചെക്ക് വഴി പണം കൊടുക്കുന്നു. അപ്പോൾ അതിനകത്ത് ഒരു അഴിമതിയുമില്ല. ഒരു ഫീസ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു കൺസൾട്ടിംഗ് ഫീസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്, വേറെ ഒരു ഫീസും എടുത്തിട്ടുമില്ല എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു നടപടിയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. എന്തായാലും അത് വലിയ കേസായിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണവും നടക്കുകയാണ്. വി.ഡി. സതീശനും വെള്ളാപ്പള്ളി നടേശനും നല്ല ടേംസിലല്ല. വി.ഡി. സതീശനെ മുട്ടിന് തോന്നിയപ്പോഴൊക്കെ വെള്ളാപ്പള്ളി നടേശൻ തെറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന കേസിന് മുറുകുമോ? മാത്രമല്ല, VM സുധീരൻ, മഹേഷൻ എന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു താലൂക്ക് യൂണിയൻ്റെയോ മറ്റോ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ട്രഷററാണെന്ന് തോന്നുന്നു, ഇതുമായി ബന്ധപ്പെടുത്തി നിന്ന ഒരു ട്രഷറർ, ഈ SNDP മൈക്രോ ഫിനാൻസിൻ്റെയൊക്കെ മൊത്തം കാര്യങ്ങൾ നോക്കിയിരുന്ന ഒരു ട്രഷറർ മറ്റോ ഉണ്ടായിരുന്നു, മഹേശൻ. അദ്ദേഹം കുറിപ്പ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യയ്ക്ക് കാരണക്കാരൻ SNDPയുടെ ജനറൽ സെക്രട്ടറി ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രേരണയാണ് ഈ മരണകാരണം ആത്മഹത്യയ്ക്ക് സമ്മർദ്ദം കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസുമുണ്ട്. ഈ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് VM സുധീരൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്ത് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് എന്നുള്ള രീതിയിൽ കേസെടുത്ത് മുന്നോട്ട് നീക്കാനായിട്ടും VM സുധീരൻ്റെ വക നല്ല സമ്മർദ്ദമുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ VM സുധീരനെ വളരെ മോശമായ രീതിയിൽ VM സുധീരൻ ധീരനുമല്ല, വേറൊരു തരത്തിലുള്ള മോശമായ പ്രയോഗങ്ങൾ നടത്തി വെള്ളാപ്പള്ളി പറഞ്ഞത്. അതിനെതിരെ ഗുരുദേവൻ്റെ ആശയങ്ങൾ വിറ്റ് ജീവിക്കുന്ന ഒരു സാധാരണ ബിസിനസ്സുകാരനാണ് പിന്നെ വെള്ളാപ്പള്ളി നടേശനെന്ന് VM സുധീരൻ അവർ ഇന്നലെ പറഞ്ഞു. അപ്പോൾ വലിയ തർക്കമാണ് കോൺഗ്രസുമായി നടക്കുന്നത്. മാത്രമല്ല, വി.ഡി. സതീശൻ പ്രതിപക്ഷത്തിൻ്റെ നേതാവായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ പോകുമ്പോൾ 100 സീറ്റ് കിട്ടിയാൽ ഞാൻ തലമൊട്ടയടിക്കും, കാക്ക മലർന്ന് പറക്കും, ഞാൻ രാജിവെക്കും, ഒരുപാട് കാര്യങ്ങളാണ് ഡമ്മനെ പൊട്ടിച്ചത് പത്രങ്ങൾ വഴി. ഒന്നും സംഭവിച്ചില്ല. 100 സീറ്റിന് വരെ 102 സീറ്റ് പിടിച്ചു. പത്രക്കാർ ചോദിച്ചു, കാക്ക എവിടെ മലർന്ന് പറക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, അത് ഇവിടുത്തെ കാക്കയല്ല, മലപ്പുറത്തെ കാക്കയാണ്, അവിടെ പോയി നോക്കാൻ പറഞ്ഞു. രണ്ടാമത് ഈ പിന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, അങ്ങനെ പലതും പറഞ്ഞു കാണും. കാട്ടിൽ പോകില്ലെന്ന്, ഏത് കാട്, കണിച്ചകുളങ്ങര തന്നെ നല്ല കാടുണ്ട്, പിന്നെ എവിടെ കാട്ടിൽ പോകാൻ എന്നൊക്കെ ചോദിച്ച് വളരെ സർക്കാസ്റ്റിക്കായി പരിഹാസ രൂപത്തിൽ പത്രക്കാരെയൊക്കെ കൈകാര്യം ചെയ്തു. അവർ എൻജോയ് ചെയ്തു. ഇത്രയും പ്രായമുള്ള സീനിയറായിട്ടുള്ള വെറ്ററനായിട്ടുള്ള ഒരു സമുദായത്തിൻ്റെ സംഘടനാ നേതാവ് വെള്ളാപ്പള്ളി നടേശനല്ലേ പറയുന്നത്. അപ്പോൾ അതൊരു എൻജോയ് ചെയ്തു പത്രക്കാർ. എന്തായാലും വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളിക്ക് കുരുക്ക് മുറുകുന്നു. ഒരുപക്ഷെ
പിണറായി വിജയൻ്റെ കാലത്ത് ഇത്തരം കുരുക്കുകൾ മുറുകാതിരിക്കാനായിരിക്കാം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതും അതുപോലെ കാറിൽ കയറിയതും എപ്പോഴും മുട്ടിന് പിന്നെ പുട്ടിന് തേങ്ങയിടും പോലെ ഓരോ നിമിഷവും വന്ന് വ്യത്യസ്ത ചാനലുകളുടെ മുമ്പിൽ വന്ന് പിണറായി സ്തുതി പാടിയത്, വാസവൻ്റെ സ്തുതി പാടിയത്, ശിവൻകുട്ടി സ്തുതി പാടിയത് ഒരു പക്ഷേ ഈ കേസ് നീങ്ങാതിരിക്കാൻ കൂടി ആയിരിക്കുമെന്നാണ് വലിയ ആക്ഷേപം അന്നും ഇന്നുമുള്ളത്. അതിന് ഉപോത്ബലകമായി അല്ലെങ്കിൽ അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഇപ്രാവശ്യം കേസ് വളരെ ശക്തമായ രീതിയിൽ പരിശോധിക്കാനാണ് വി.ഡി. സതീശൻ്റെ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ വി.എം. സുധീരൻ കത്ത് കൊടുത്തിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരട്ടി വരും അതിൻ്റെ പ്രഹരം. വലിയ അന്വേഷണം നടക്കാൻ സാധ്യതയുണ്ട്. ഈ അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ പിന്നെ ശിക്ഷാ നടപടികളിലേക്ക് പോകേണ്ടി വരും. എന്തായാലും വളരെ സീനിയറായിട്ടുള്ള വെറ്ററിനായിട്ടുള്ള 10-30 വർഷത്തിലധികം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു സംഘടനയുടെ വലിയൊരു സംഘടനയുടെ ഒരു ഹിന്ദു സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ അങ്ങനെ ഒരു 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ സ്കെയിൽ കൊണ്ട് അളക്കാമെന്ന് നമ്മളാരും കരുതണ്ട. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കരുണയും കരുതലും ഒക്കെ അദ്ദേഹം റെഡിയാക്കി വച്ചേക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സാധാരണ ഒരു ബാങ്കിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയെ കൈകാര്യം ചെയ്യുന്ന പോലെ പറയുന്ന പോലെ വെള്ളാപ്പള്ളി നടേശനെ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം സധൈര്യം വളരെ നെഞ്ചൂക്കോടുകൂടി കൃത്യമായി അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനെ അങ്ങനെ ഉമ്മാക്കി കാണിക്കാമെന്നും ആരും കരുതണ്ട. പക്ഷേ ഗവൺമെൻറ്റിലേക്കുള്ള സംവിധാനവും അതുപോലെ തന്നെ ഈ കോടതിയിലേക്കുള്ള സംവിധാനവുമൊക്കെ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തായാലും മൈക്രോ ഫിനാൻസിൽ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്.